ഈ വർഷത്തെ വിഷു എന്റെ ജീവിതത്തിലെ വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു ഉണ്ട് കേട്ടാ. വിഷു ആയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു കുഞ്ഞൻ സദ്യ ഉണ്ടാക്കാൻ പോവാണ്. എന്റെ പ്ലാൻ ഉള്ളത് ഒരു സാമ്പാർ, ഒരു മത്തങ്ങൽശ്ശേരി, പിന്നെ ഒരു കായ്പേരിയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ ഇത്രയും പണിയുള്ള പരിപാടിയാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കറികൾക്കുള്ള എല്ലാ പച്ചക്കറികളായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നക്കാരൻ നമ്മുടെ മത്തങ്ങയായിരുന്നു. സത്യം പറയല്ലോ, യൂറോപ്പിലെ മത്തങ്ങ നല്ല മുറിക്കാൻ നല്ല പാടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുക്കർ അടിച്ചു പോയി, ഇത് വല്ലാത്ത ചതിയായി പോയി. അതുകൊണ്ട് എല്ലാ പച്ചക്കറികളും സെപ്പറേറ്റ് പാത്രത്തിൽ വേവിക്കേണ്ടി വന്നു. അങ്ങനെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നപ്പോൾ നേരെ പരിപ്പും പയറും കൂടി സ്റ്റവ് കയറ്റി അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നേരെ വന്ന് എരിശ്ശേരിക്കുള്ള നാളികേര കൂട്ടം അങ്ങോട്ട് അരച്ചെടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ദൈവം ഇത്രയും മാത്രം പാചകം ചെയ്യാനൊക്കെ ഞാൻ വളർന്നതായിരുന്നു എന്റെ ചിന്ത. എനിക്കിത് എന്ത് പറ്റി, ഞാൻ എന്റെ അമ്മയുടെ പോലെ അടുക്കളയിൽ പെരുമാറുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. 2 വർഷത്തെ യൂറോപ്പ് ജീവിതം എന്നെ പലതും പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കറികളുടെ ഇടയിൽ കൂടെ ചോറ് കൂടി ഇട്ടെടുത്തപ്പോൾ ഞാൻ എന്റെ അമ്മയെക്കാളും വെള്ളക്ക് വളർന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ സാമ്പാർ എരിശ്ശേരി സെറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കായ്പേരും കൂടെ അങ്ങോട്ട് സെറ്റ് ആക്കി. അപ്പതേ നമ്മുടെ വിഷുവിനുള്ള സാമ്പാർ റെഡി, കായ്പേര് റെഡി, എരിശ്ശേരി റെഡി. നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ കഞ്ഞി മാത്രം വെക്കാൻ പഠിച്ച് വന്നവനാ. അമ്മയുടെ മോൻ വല്ലാതെ അങ്ങോട്ട് വളർന്നിരിക്കുന്നു. അങ്ങനെ അവസാനം എല്ലാം കൂടി കൂട്ടി കുറച്ചൊരു പിടി പിടിച്ചപ്പോ തൃപ്തി എനിക്ക്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ട്ടാ.